പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രഷിന്റെ പ്രൈസ് ഒന്നല്ലോ, യൂസറിന്റെ പ്രൈസ് വരുന്നുള്ളൂ. ടാബ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവമാണ്, യൂസ്ഡ് ഐഫോൺ ടാബിൽ കിട്ടുമെന്നുള്ളത്. ടാബ് തമാര ഇത് രണ്ടും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഫോണ് 3000 ദിർഹംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ 4 ഭാഗമായിട്ട് 15 സീരീസിൽ വേറെ വരുന്നുണ്ടോ? കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മളിപ്പോ കാണിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഹോങ്കോങ് ആണ്. അതിൽ 2 ഫിസിക്കൽ സിം ഇടാം. ഇത് രണ്ടെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ വേർഷൻ, 1 ഫിസിക്കൽ 1 ഇ സിം ആയിരിക്കും. ഓക്കെ, ഇത് ജനറേഷൻ ആണ്. 32 GB RAM ആണ്, 512 GB സ്റ്റോറേജ്, 15 ഇഞ്ച്. 59% ആണ് ബാറ്ററി ഹെൽത്ത് ഉള്ളത്. സൈക്കിൾ കൗണ്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 681 സൈക്കിൾ കൗണ്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫോൺ ദുബായിൽ നിന്ന് ഇപ്പോൾ യൂസർ ആയിക്കോട്ടെ ഫ്രഷ് ആയിക്കോട്ടെ എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകുന്നവരാണോ നിങ്ങൾ ഈ ഒരു സംഭവം കൂടി ശ്രദ്ധിക്കണം. കാണിച്ചു കൊടുത്താൽ ബ്രോ. പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഹോങ്കോങ് എടുത്തു കഴിഞ്ഞാൽ നാട്ടിലത്തെ സിം വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അതേപോലെ തന്നെ USA ഈ ഒരു സെയിം ഡൗട്ട് എന്നോട് ചോദിക്കുന്നവരുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് സ്ക്രീൻ ഗാർഡ്, കവറ്, ഒറിജിനൽ കേബിൾ, വിത്ത് 6 മന്ത് വാറണ്ടി. പിന്നെന്താണ് നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ്. ഓക്കെ, ഗിഫ്റ്റ് ആർക്കാണ്? കസ്റ്റമർ. എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോൺ എടുക്കാം. ഇനിയിപ്പോൾ യൂസ്ഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൻഡ്രോയിഡിൻ്റെ സീരീസും ഉണ്ട്. അതുപോലെ തന്നെ 3 നല്ല കിണ്ണ കാച്ച സാധനം കേട്ടോ, 40 Pro. ഓക്കെ, കണ്ടില്ലേ, 30 Pro Max. പിന്നെ XR വേണ്ടവർക്ക് വരുന്നത് ഇതെന്താ ബർമുഡ സാധനം നോക്കി വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യും. അതും 5G സെറ്റാണ്. സ്ക്രീന് കാര്യങ്ങൾ അവിടെ ഫ്രഷിംഗ് റേറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല 150 ദിർഹംസിന് ഇവിടെ ഫോൺ അവൈലബിൾ ഉണ്ട്. 150 ദിർഹംസിനുണ്ട്, 128 ഉണ്ട്, 256 ഉണ്ട്. എന്ന് വെച്ചാൽ 275 ദിർഹംസ് ആണ്. 275 ദിർഹംസ്. ഹലോ മനസ്സിലാമരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ പുതിയ ഫോൺ, അതായത് നമ്മുടെ യൂസ്ഡ് അല്ലാത്ത ഫ്രഷ് ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒക്കെ പ്രൈസ് അപ്ഡേറ്റ് ആണെന്നാണ് നിങ്ങൾ വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഐഗാഡ്സത്തെ യൂസ്ഡ് ഐഫോണിൻ്റെ പ്രൈസ് കാണിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ യൂസ്ഡ് സാംസങ്ങും നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ബാക്കിയുള്ള മോഡൽസും നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. പിന്നെ ലാപ്ടോപ്പിൻ്റെ സെക്ഷനായിട്ട് നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യക്ക് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് ലാപ്ടോപ്പിലോട്ട് വരുമ്പോൾ നമുക്കിത് യൂസ്ഡ് അല്ലല്ലോ, പ്രീ ഓൺഡ് ലാപ്ടോപ്പാണ്. ഈ പ്രീ ഓൺഡ് ലാപ്ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം അറിയാത്ത? അതായത് പുതിയ തന്നെ ഓരോ കമ്പനീസിൽ എടുക്കില്ല, ബൾക്കായിട്ട് എടുത്തിട്ട് ചെറിയൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് പിന്നെ കൊടുക്കുന്ന സാധനങ്ങളില്ല, അങ്ങനത്തെ സാധനങ്ങൾ ബൾക്കായിട്ട് എടുത്തിട്ട് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെയാണ് വരുന്നത്. സാധനം കണ്ടിട്ട് തന്നെ മനസ്സിലാവും. അതായത് ഇതിന് വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. നിങ്ങൾക്ക് യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മളോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ട് എന്താണ് പ്രീ ഓൺഡ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കുക. അതേപോലെ തന്നെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രഷിൻ്റെ പ്രൈസ് ഒന്നല്ലോ, അത്രയൊന്നും വരുന്നില്ല, യൂസറിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. വിത്ത് 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടിയിൽ നിങ്ങൾക്ക് ഫ്രഷ് സാധനം കൊണ്ടുപോകാം. നിങ്ങൾക്ക് അതേപോലെ തന്നെ നമുക്ക് എല്ലാ സ്പെക്കിലും അവൈലബിൾ ഉണ്ട് ഇവിടെ, ഏത് സ്പെക്കിലും അവൈലബിൾ ഉണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ നമ്പറും അതുപോലെ തന്നെ മറ്റേ ഗൂഗിൾ മാപ്പിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഐഫോണിൽ കാണിച്ചിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 മോഡൽ ഞാൻ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. അപ്പോൾ മറക്കണ്ട, ഐഗാഡ്സ് ദുബായ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ മക്കളെ, നമ്മൾ ഫസ്റ്റ് ലേറ്റസ്റ്റ് മോഡലിന് തുടങ്ങുന്ന മുന്നായിട്ട് നമുക്ക് ഇവിടുന്ന് ഐഫോൺ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റായിട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ കാണിക്കല്ലോ. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടുന്ന് വന്നിട്ട് ഫസ്റ്റായിട്ട് ഒരു ഐഫോൺ എടുക്കുകയാണ്. ഓക്കെ, ഇതെടുക്കുമ്പോൾ നമുക്കിത് ജെനുവിൻ ആണോ, അതേപോലെ തന്നെ നമുക്കിത് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 6 മന്ത് വാറണ്ടിയാണ്. 6 മന്ത് വാറണ്ടി. മന്തിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ വരാം. അത് കംപ്ലൈന്റ് എന്താണോ ചെക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ട് റീപ്ലേസ്മെന്റ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്ന മുമ്പ് തന്നെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് വാട്ടർ പാക്ക് ഉണ്ടെങ്കിൽ വാട്ടർ പാക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് തരും. ഓക്കെ, എന്ത് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് തരൂ. ജെനുവിനാണെന്ന് മറ്റൊന്ന് കൊടുക്കും. ഓക്കെ, അതായത് നമുക്ക് യൂസ്ഡ് ഐഫോൺ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരുപാട് പാർട്സുകൾ ചിലപ്പോൾ ചേഞ്ച് വരും. അതുപോലെ തന്നെ ഓപ്പൺ പീസ് ആവും. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ചേഞ്ച് ആവും. ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ID വർക്ക് ചെയ്യാത്ത ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അത് വരും. എല്ലാം ചെക്ക് ചെയ്തിട്ടാണല്ലേ ചേഞ്ച് ഉണ്ടെങ്കിൽ. അതല്ല, നമുക്ക് ഫോണിൽ തന്നെ കാണിക്കാനുള്ളത് ഓപ്ഷൻ സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ലാപ്പിലോട്ടുള്ള അതും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതൊക്കെ ടെൻഷൻ അടിക്കണമെന്നില്ല, 6 മാസം വാറണ്ടി ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് ഒന്ന് ധൈര്യത്തിൽ ഫോൺ എടുക്കാം. പിന്നെ ഇതൊന്നുമല്ല കേട്ടോ, ഇതൊന്നുമല്ല നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. യൂസർ ഐഫോൺ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഇവിടെ അവൈലബിൾ ഉള്ളത്?
ടാബി. യെസ്, ടാബി എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്. യൂസ്ഡ് ഐഫോൺ ടാബിൽ കിട്ടുമോ എന്നുള്ളത്. ടാബി, തമാര, ഇത് രണ്ടും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണ് 3000 dirhams ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ 4 ഭാഗമായിട്ട് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമിറേറ്റ്സ് ഐഡി വേണം. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നമുക്ക് പറ്റില്ലല്ലോ. എമിറേറ്റ്സ് ഐഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളോട് വിളിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ ഫോൺ സ്വന്തമാക്കാൻ പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് യൂസ്ഡ് അല്ലാത്ത പുതിയ മോഡൽ നിങ്ങൾക്ക് ടാബി വെച്ചിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് യൂസ്ഡ് ഐഫോണിൽ ഫസ്റ്റ് നമുക്ക് ഏത് തുടങ്ങേണ്ടത്? ഫസ്റ്റ് 15 Pro Max കൊടുക്കാം. 15 Pro Max. മോനെ നല്ല കിടിലൻ കളറിൽ ഓക്കെ. സ്ക്രാച്ച് ഇത് നമുക്ക് ബോക്സ് പീസ് ആണോ എങ്ങനെയാണ്? ബോക്സ് ചിലത് ബോക്സ് അവൈലബിൾ ആയിരിക്കും, ചിലത് വിത്തൗട്ട് ബോക്സ്. ഇത് ബോക്സ് ഉണ്ട്, ഇതിന് ബോക്സ് ഇല്ല. ഇത് നമുക്ക് ബാറ്ററിയിലത്തെ എത്ര വരുന്ന ബ്രോ? 90+. ഹോങ്കോങ് ആണ്. ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ചെക്ക് ചെയ്തിട്ട്. ഓക്കെ, കാരണം 15 സീരീസ് ആയതുകൊണ്ടാണ് ഞാൻ ബാറ്ററിയിൽ കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ ഒട്ടുമിക്ക പഴയ മോഡലൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ 80 above അല്ലെങ്കിൽ 85 above എന്ന് ജസ്റ്റ് പറയുള്ളൂ. ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിയിലത്തെ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അതേപോലെ തന്നെ 15 സീരീസിൽ വേറെ വരുന്നുണ്ടോ? കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഹോങ്കോങ് ആണ്. അതിൽ 2 ഫിസിക്കൽ സിം ഇടാം. ഇത് രണ്ടെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ വേർഷൻ, 1 ഫിസിക്കൽ 1 eSIM ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജപ്പാൻ വെർഷൻ. ജപ്പാൻ വേർഷൻ. ഇത് ഏതാ ബ്രോ? ജപ്പാൻ, സെയിം ജപ്പാൻ. ഇതും ജപ്പാൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് HK അല്ലേ, ഹോങ്കോങ്. ഇത് കണ്ടില്ലേ, 89% ആണ് ബാറ്ററിയിലുള്ളത്. സൈക്കിൾ കൗണ്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 681 സൈക്കിൾ കൗണ്ട് വരുന്നുണ്ട് കണ്ടോ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, Z ഹോങ്കോങ് വെർഷന് നമുക്ക് Z എന്നാവും വരും. മോഡൽ നമ്പർ, സീരിയൽ നമ്പർ ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ മെസ്സേജ് വരും. അതായത് സർവീസ് ഹിസ്റ്ററി പാർട്സ് എന്നുള്ള ഇവിടെ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ ബാർ വരും. അതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പാർട്സ് മാറിക്കണം എന്നുള്ളത് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ വേണം. പിന്നെ നിങ്ങൾ ഫോൺ ദുബായിൽ നിന്ന് ഇപ്പോൾ യൂസ്ഡ് ആയിക്കോട്ടെ ഫ്രഷ് ആയിക്കോട്ടെ എന്തെടുക്കുകയാണെങ്കിൽ നാട്ടിൽ പോകുന്നവരാണോ നിങ്ങൾ ഈ ഒരു സംഭവം കൂടി ശ്രദ്ധിക്കണം. കാണിച്ചു കൊടുത്താൽ ബ്രോ, കാരിയർ ലോക്ക് കണ്ടില്ലേ, നോ സിം റെസ്ട്രിക്ഷൻ. അതായത് നിങ്ങൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഹോങ്കോങ് എടുത്തു കഴിഞ്ഞാൽ നാട്ടിലത്തെ സിം വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അതേപോലെ തന്നെ USA ഈ ഒരു സെയിം ഡൗട്ട് എന്നോട് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് വർക്കിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു സംഭവം നോക്കണം. ഇത് അതായത് ചില ഡിപ്പെൻസ് കൺട്രിക്ക് അനുസരിച്ചിട്ട് ചിലത് അത് ലോക്കാവും. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ട് അൺലോക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണം. അല്ലാതെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന ഫോണുകളൊക്കെ ഓൾറെഡി അൺലോക്ക് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും പേടിക്കണം, ധൈര്യത്തിൽ എടുക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 മാസം വാറണ്ടി. അതുമാത്രമല്ല ചില കസ്റ്റമർ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വില കൂടുതലാണ്, പുറത്തന്നെ വെച്ചാൽ 1000 dirhamsോളം കുറവാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ട, ഏതൊരു സാധനത്തിനാണ് അതിൻ്റെതൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് കുറയുമ്പോൾ ജസ്റ്റ് ചിന്തിക്കാണ്ട് അത് എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഉള്ളിൽ ബോർഡ് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡിന്റെ ബോർഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ജസ്റ്റ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത് 2 മാസം 3 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വരാൻ. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും നിങ്ങൾ ചിന്തിക്കണം. പ്രൈസിലും ചിലപ്പോൾ വേരിയേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് പ്രൈസ് കുറവിൽ ഫോൺ വേണ്ടോ, നമുക്ക് മാർക്കറ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ ഷോപ്പ് അവൈലബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൈസ് കുറവിൽ കിട്ടും. അപ്പോൾ വാറണ്ടി കാര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇപ്പോൾ ഒരാൾ ഒരു സാധനം എടുക്കുന്ന വെച്ചാൽ ലോങ് ടൈം യൂസ് ചെയ്യാൻ കുറച്ച് നല്ലതെന്ന് എടുക്കാൻ നോക്കാം. ഓക്കെ, പ്രൈസ് നിങ്ങൾ അതായത് നമ്മൾ ഈ നല്ല നല്ല വേരിയേഷൻ ഒക്കെ ഉള്ള എടുക്കുമ്പോൾ, അതായത് ഹൈ സ്പെക്ക് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ചെറിയൊരു മാർജിന്റെ വ്യത്യാസം നോക്കിയിട്ട് നിങ്ങൾ ലാഭം നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് ആവരുത്. അത് ആദ്യം തന്നെ പറയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഓൾമോസ്റ്റ് ആ കംപ്ലൈന്റ് വന്നിട്ട് നമുക്ക് ഓൺലൈനിൽ പൈസ അവരൊന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് അവർ നമുക്ക് മെസ്സേജ് നിങ്ങൾ ഇത് എടുത്തിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ, കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഓൾറെഡി അവരോട് പറഞ്ഞേക്ക് എടുത്തിട്ട് പെട്ടുപോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അത് ചിന്തിക്കാറുണ്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് 15 സീരീസിൽ ഇതിപ്പോൾ നമുക്ക് 15 Pro Max അല്ലേ? 15 Pro Max. ഇത് നമുക്ക് 15 Pro Max, ഇത് 15 Pro Max. ഇത് 256 GB അല്ലേ? 256. 3 ഒരേ പ്രൈസ് ആണോ എങ്ങനെയാണ്? സെയിം പ്രൈസ് കൊടുക്കാം. 3 സെയിം പ്രൈസ്. വിത്ത് സ്ക്രീൻ ഗാർഡ്, കവർ, ഗിഫ്റ്റ്, ഒറിജിനൽ കേബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് സ്ക്രീൻ ഗാർഡ്, കവർ, ഒറിജിനൽ കേബിള്, ഒറിജിനൽ കേബിൾ വിത്ത് വാറണ്ടി, സെയിം 6 മന്ത് വാറണ്ടി. പിന്നെന്താണ് നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ്. ഓക്കെ, ഗിഫ്റ്റ് ആർക്കാണ്? കസ്റ്റമർ. അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണ് കേട്ടോ. അതായത് ജസ്റ്റ് അത് പറഞ്ഞ് ചോദിച്ചു വാങ്ങണ്ടേ, സ്ക്രീൻഷോട്ട് മസ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ നിങ്ങളത് ചോദിച്ച് വാങ്ങണം. എന്തായാലും എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഫ്രഷ് ഐഫോണിൻ്റെ വീഡിയോസിൽ നമ്മൾ ജസ്റ്റ് എന്ത് പ്രോഡക്റ്റ് എടുത്താലും മതി, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് സ്വന്തമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് മെൻഷൻ ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രൈസ് പറഞ്ഞപ്പോൾ കിടിലം പ്രൈസ് എന്ന് വെച്ചാൽ 3150 ഓൺലി. 3150 നമുക്ക് ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് 3256 GB. 3250 HK ആണെങ്കിലും ജപ്പാനാണെങ്കിലും ഏത് വെച്ചാണെങ്കിലും 3150 ഫുൾ കിറ്റ് ആണോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുത്തെടുക്കാനല്ലേ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാബ് അല്ലെങ്കിൽ ടമാര മെസ്സേജ് ചെയ്തേ നിങ്ങൾ എത്ര ഡിപ്പെൻസ് ഇപ്പോൾ പകുതി കിട്ടുമെന്നാണെങ്കിൽ പകുതി ടാബ് ചെയ്യാം, പകുതി ക്യാഷും ചെയ്യാം. ടാബ് എന്ന് വെച്ചാൽ 100 dirhams ആണ് സ്റ്റാർട്ടിങ്. അതിപ്പോൾ നിങ്ങൾക്ക് ആക്സസറീസ് ആണെങ്കിൽ ടാബ് ചെയ്യാം 100 dirhamsനല്ല. ഇപ്പോൾ പ്രൊഡക്ട്സ് നല്ല എമൗണ്ട് ആണ് ടാബ് ചെയ്യുന്നത്. ഫ്രഷ് ചെയ്യുക, യൂസ് ചെയ്യുക, ആക്സസറീസ് എന്തും ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് അടുത്തതിൽ ഇതിൽ തന്നെ നമുക്ക് വേറെ വരുന്നുണ്ടോ 15 സീരീസിൽ? ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഔട്ടാണ്. നാളെ സാധനം വരുന്നുണ്ട്. ജസ്റ്റ് ഏത് മോഡലാണ് വേണ്ടത് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം സാധനം. ഇനി അതേപോലെ തന്നെ ബ്രോ നമുക്ക് 16 ഒക്കെ നമുക്ക് യൂസ്ഡ് വരുന്നുണ്ടോ? 16 യൂസ്ഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ വന്നത് ഓൺ ദ സ്പോട്ട് 5 minutes കൊണ്ട് സെയിലോട്ടോ അങ്ങനത്തെ ഡിമാൻഡ് ആയിരിക്കും യൂസറിന്. ഓക്കെ. 15 സീരീസിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല സോറി 16 സീരീസിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ നമ്മൾ 15 പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് 14 പോവാം. 14 Max. അതേപോലെ തന്നെ 15ഉം 15 പ്ലസ് ഒക്കെ ഇപ്പൊ നിലവിലുണ്ടോ? ചെറിയ 15 പ്ലസ് ഓൾമോസ്റ്റ് ജസ്റ്റ് കസ്റ്റമർ ഇതുണ്ട് എക്സ്ചേഞ്ച് വരുമ്പോൾ അത് ഓൺ ദ സ്പോട്ട് പോവുകയും ചെയ്യും. ആകെ പുതിയ മോഡൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ, അതായത് ഇവര് ഞാൻ നമ്മൾ പൊതുവെ ഈ ഫ്രഷ് ഫോണിന്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് തന്നെ സ്വൈപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് പുതിയ ഫോൺ എടുക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് നല്ല കണ്ടീഷൻ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോൺ എടുക്കുക. ഇനിയിപ്പോൾ യൂസ്ഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൻഡ്രോയിഡിൻ്റെ സീരീസും ഉണ്ട്, അതുപോലെ തന്നെ ഐഫോണും ഉണ്ട്. ഇതിപ്പോൾ ഒട്ടുമിക്ക നമുക്ക് കസ്റ്റമേഴ്സിന് എടുത്തെടുത്താനല്ല, ഫുൾ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് 14 Pro Max ഉണ്ട്. Pro Max എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലാക്ക്. ഓക്കെ. ഈ 3 പീസുള്ളൂ. അത് 40 Pro Max അല്ല 30. ഓക്കെ ആണല്ലേ. 40 Pro Max കണ്ടോളി. ഇതൊക്കെ പുതിയ മോഡൽ ആയതുകൊണ്ടാണ് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. അല്ലേ, വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്ക്രാച്ച് ഉണ്ടോ? അത് ഈ പൗച്ച് ഇട്ടിട്ട് വരുന്ന സ്ക്രാച്ച് ഉണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത്? അത് പിന്നെ നമ്മുടെ യൂസർ ഫോണിൽ എന്തായാലും ഉണ്ടാവും, നോർമലായിട്ട് വരും. അല്ലാതെ നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കണ്ടീഷൻ ഫോണുകളാണ്. ഇത് 90+. ഓക്കെ. 14 സീരീസ് ഒക്കെ നമുക്ക് 90+ ബാറ്ററിയിൽ തന്നെ വരുന്നത്. പിന്നെ 90+ പറയുമ്പോൾ നിങ്ങൾ 90+ തന്നെ മാത്രം ഉദ്ദേശിച്ച് വരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ അതിന് കുറവുണ്ടാവും. നമുക്ക് ബാറ്ററി എടുത്ത് കുറയുന്നതനുസരിച്ച് പ്രൈസ് കുറയും. ഇല്ല, പ്രൈസ് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് 14 സീരീസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നതോ? ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ സെയിം അതേ ഇതിലാണ്. കേബിൾ ഉണ്ടാവും, അതിന് ബാക്കി നമുക്ക് ഫുൾ കിറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ മോഡലും ഫുൾ കിറ്റ് അല്ല. ഐഫോണിൽ നമ്മൾ സാംസങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ഫുൾ കിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫുൾ കിറ്റിന്റെ പ്രൈസ് ആയിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം കേബിൾ, അതുപോലെ തന്നെ സ്ക്രീൻ കാർഡ്, പൗച്ച്, പിന്നെ അതേപോലെ തന്നെ ഗിഫ്റ്റ് പിന്നെ വാറണ്ടി 6 month വാറണ്ടി നമുക്ക് ഇതിന് കൂടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 256 പ്രൈസ് കൊടുക്കുന്നത് വെച്ചാൽ 2650. പ്രൈസ് ഇതാക്കേണ്ട, ജസ്റ്റ് വന്നിട്ട് സാധനം കണ്ടീഷനും കാര്യം ചെക്ക് ചെയ്യാം, എന്നിട്ട് മാത്രം നോക്കിയാൽ. ഓക്കെ. അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് കൂടുതലാണെന്ന് പ്രൈസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സാധനം ചെക്ക് ചെയ്യുക, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൈസിന് തന്നെ നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് ഇതിന്റെ 512 പ്രൈസ് കൊടുക്കാം. അതാണ് 512 ആണെങ്കിൽ ഓൺലി 2799. 2799 നമുക്ക് ഇതിന്റെ സെയിം 512. 14 Pro 3 യൂസ് ഉള്ളൂ. യെസ്. ഓക്കെ. 3 നല്ല കിണ്ണ കാച്ച സാധനം കേട്ടോ. 14 Pro നല്ല നീറ്റ് ആൻഡ് ജസ്റ്റ് സാധനം അവൈലബിൾ ആയിരിക്കും. വന്നാൽ മതി. ഇതിന്റെ പ്രൈസ് എന്നായിരുന്നു? ഇതിന്റെ സെയിം തന്നെയാണ് 90+ ആയിരിക്കും വരാൻ. ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഓൺലി 2199. 2199 നമുക്ക് ഫുൾ കിറ്റിൽ നമുക്ക് 14 Pro ടാബ് നേരത്തെ പറഞ്ഞ പോലെ ടാബ് അവൈലബിൾ ആണ്. 256 GB ആണ്. പിന്നെ ഇതിന്റെ ബാറ്ററി എടുത്തും സെയിം ആണ് 90+. 85+ ആയിരിക്കും ഓൾമോസ്റ്റ്. ഓക്കെ. 90+, 80+, 85+. ഓക്കെ. അതായത് നമുക്ക് ഡിപ്പെൻസ് യൂസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിൽ നമുക്ക് ബാറ്ററി എടുത്ത് കുറയുന്നതനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. പ്രൈസ് ഇപ്പോൾ ഏത് പ്രോഡക്ട്സ് എടുത്താലും ഇപ്പോൾ 76 ആണെങ്കിലും പ്രൈസ് സെയിം ആയിരിക്കും. ഇപ്പോൾ 76 നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കില്ല, കസ്റ്റമർ സെയിം സാധനം എടുക്കും വെച്ചിട്ട് സെയിൽ ആയിട്ട് ചെയ്യാൻ. 14 40+ ഉണ്ടോ ബ്രോ? 14 ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് വരാം. ജസ്റ്റ് കോൺടാക്ട് ചെയ്തേ നമ്മൾ ഡെയിലി വാട്സപ്പിൽ അപ്ഡേഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇനി നമുക്ക് ഇപ്പം നമുക്ക് ഇവിടെ യൂസർ ഫോണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഏത് മോഡലാണ്? മെയിൻ സീരീസ് ആണ് 13 Pro, 13 Pro Max. 13 Pro Max. അപ്പോൾ അതിൻ്റെ പ്രൈസാണ് 13 Pro Maxൽ കണ്ടില്ലേ ഒരുപാട് സ്റ്റോക്ക് നമുക്കുണ്ട്. അതായത് നമ്മുടെ 14, 15 സീരീസിന് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് 30 Pro Maxലുണ്ട്. ഇനിയുണ്ടോ മുത്ത്? ഇനിയുണ്ട്. ജസ്റ്റ് ഇത് കാണിച്ചു. ഓക്കെ. കണ്ടില്ലേ 30 Pro Max. ബ്ലൂ അല്ല ഒരുപാടല്ലേ? ബ്ലൂ ബ്ലാക്ക് വൈറ്റ് എല്ലാം മാർക്കറ്റിൽ സാധനമാണ്.
ഇതിന്റെ പ്രൈസ് പറഞ്ഞു ബ്രോ? ഇതിന്റെ 256 ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സീരീസ് ആണ് കേട്ടോ. 256 GB ആണെങ്കിൽ ഓൺലി 1999. 1999. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് 512 2150. പിന്നെ ബാറ്ററി ഹെൽത്ത് പറഞ്ഞു 85+. 90, 93, 95 ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് അവൈലബിൾ ഉള്ളത്. 92, 93, 94, 95 വരെയുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു സീരീസിലൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ഈ സീരീസിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഓവർ ബാറ്ററി ഹെൽത്ത് പ്രതീക്ഷിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 85 അതേപോലെ തന്നെ 90 ഒക്കെ ആ ഒരു ഇടയിലാണ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പഴക്കമുണ്ട്. ഇപ്പോൾ നമുക്ക് 13 കഴിഞ്ഞ് 14 കഴിഞ്ഞ് 15 കഴിഞ്ഞ് ഓൾമോസ്റ്റ് 16 ഇപ്പോൾ വന്ന് ഇനിയിപ്പോൾ 17 വരാൻ പോകും. അപ്പോൾ തന്നെ നിങ്ങൾ അത്ര ഇയർ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് നമുക്ക് ഇത് കൊടുക്കാം 13 Pro. ഇതിന്റെ 13 Pro. ഓക്കെ. അതിൻ്റെ പ്രൈസ് പറഞ്ഞു ബ്രോ? 13 Pro നമുക്ക് അത് സാധനം കാണിച്ചു കണ്ടീഷൻ കണ്ടത്. ഓക്കെ. ഇത് ഇങ്ങോട്ട് വിൽക്കൂലല്ലോ വേണേ? ഇല്ല. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു? 13 Pro ആണെങ്കിൽ 256 GB കൊടുക്കുക ഓൺലി 1650. 256 ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതിന്റെ 512 GB ആണെങ്കിൽ 1799. 1799 512 GB. പിന്നെ ഇതും ഫുൾ കിറ്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കണ്ടില്ലേ? സെറ്റ് സാധനം. കേബിൾ ഉണ്ടാവും, കവർ, ഗ്ലാസ് വിത്ത് 6 month വരെ. ഓക്കെ. അടുത്ത നമുക്ക് 13 കഴിഞ്ഞു. നമുക്ക് 12 സീരീസിൽ നമുക്ക് ഏതൊക്കെ വരുന്നത്? 12 Pro Max. 12 Pro Max. ഇതൊക്കെ ഇപ്പോൾ എന്താ പാട് 12 സീരീസ് ഒക്കെ മൂവിങ്? 12 Pro Max ആണ് മൂവിങ്. ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5G സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതേ ഡിസൈനാണ് ഇപ്പോൾ എല്ലാ ഫോണിനും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല മൂവിങ് ഇപ്പോഴും നടക്കുന്ന ഫോണാണ്. പിന്നെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസും കുറവാണ്. ഓക്കെ. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈസും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സീരീസ് എടുക്കാൻ തന്നെ ആവട്ടോ. അതായത് ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക്, ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹൈ എൻഡ് മോഡലാണ് ചൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഇത് 3 ഉള്ളൂ ആകെ. 3 പീസുള്ളൂ, ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ 1725. 1725. 12 Pro Max 256 കണ്ടീഷൻ. ഓക്കെ. നമുക്ക് ഇതിന്റെ ഒക്കെ ബാറ്ററി തന്നെയാണ്. ഇതെല്ലാം ബാറ്ററി ഹെൽത്താണ് ഓൾമോസ്റ്റ് വരുന്നത് 81, 83, 84 ആ ലെവലിൽ. ഓക്കെ. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ബാറ്ററി ഹെൽത്ത് നമ്മളിങ്ങനെ ഓരോ വേരിയേഷൻ കുറഞ്ഞ് വരുന്നതനുസരിച്ച് ബാറ്ററി ഹെൽത്തും കുറഞ്ഞ് വരും. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കരുത്. പിന്നെ പുതിയ ഫോണൊക്കെ ആരെങ്കിലും ഈ ഒരു വേരിയേഷനിലൊക്കെ എടുത്ത്, അതായത് ഓൾഡ് സ്റ്റോക്കൊക്കെ ഉണ്ട് എടുത്തിട്ട് പിന്നെ സെയിൽ ചെയ്യുമ്പോഴാണ് അത്യാവശ്യം ബാറ്ററി ഹെൽത്ത് അങ്ങനത്തെ വരുന്നുണ്ടോ? ഓൾമോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തത് നമുക്ക് ചില ടൈമിൽ അവൈലബിൾ ഉണ്ടാവും. ഡിപ്പെൻസ്. അത് നമുക്ക് ഇതേപോലെ തന്നെ വാറണ്ടി ചിലത് ഉണ്ടാവും, ചിലത് വാറണ്ടി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് നമുക്ക് ഇതിൽ വേറൊരു പ്രൈസ് കൂടി വരും. 13 Pro Max 128 GB. ഓൾമോസ്റ്റ് ചെറിയൊരു ഡിസ്പ്ലേ, സ്മോൾ സ്ക്രാച്ച്. അപ്പോൾ ഇത് പ്രൈസ് കുറവാ? പ്രൈസ് കുറവാ. അതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഓൺലി 1550. 1550. ഓക്കെ. 13 Pro Max. അവിടെ ഇതിന്റെ സ്ക്രാച്ച് കാണുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല, മൈന്യൂട്ട് സ്ക്രാച്ചുകളാണ് കാണുന്നുണ്ടോ? അതല്ലേ ലൈറ്റായിട്ടുള്ള സ്ക്രാച്ചാണ് സ്ക്രീനിൽ. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സീരീസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു. ഇത് എത്ര GB ആണ് പറഞ്ഞത്? 128 30 Pro Max അല്ലേ? ഓക്കെ. പ്രൈസ് കുറഞ്ഞതുകൊണ്ട്. പക്ഷേ അതുപോലെ ഇതുപോലെ ഇപ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും മൈനർ സ്ക്രാച്ച് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ഓക്കെ. അതേപോലെ നമ്മൾ 12 Pro Maxന്റെ പ്രൈസ് പറഞ്ഞു 256 GB. ഇതിൽ നമ്മൾ 512 ഉണ്ടാവും. ഇതിൻ്റെ 512 ഓൾമോസ്റ്റ് ഒരു 150 dirhams ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. ഇനി അതേപോലെ തന്നെ 12 Pro. 12 Pro നല്ല കിട്ടിയിലും വൈറ്റ് കളറല്ലോ. വേറെ വരുന്നുണ്ടോ ബ്രോ? 12 Pro പിന്നെ ഉള്ളത് ബ്ലാക്ക് ആണ്. ഇത് ഇപ്പോൾ സെയിൽ ചെയ്തൊക്കെ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആണ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ കൊടുത്ത് ഓൺലി 1299. 1299. ഓക്കെ. 256 GB 1299 A++ കണ്ടീഷൻ. മൈനൂർ സ്ക്രാച്ചുകളും ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുത്താൽ മതി. കണ്ടീഷൻ ഈ A++ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തവർക്ക് ജസ്റ്റ് വേണ്ടി പറഞ്ഞുതരാം. അതായത് സ്ക്രാച്ച് ഇല്ലാത്ത, അതായത് ലൈറ്റ് സ്ക്രാച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് A++ എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ സ്ക്രാച്ച് ഉള്ളതിനാകുമ്പോൾ നമ്മൾ എന്താ പറയുക, സ്ക്രാച്ച് ഉള്ളതെന്ന് വെച്ചാൽ അതായത് ഇതൊരു ഓരോ ഗ്രേഡാണ്. അപ്പൊ നമ്മളിപ്പോ A+ പാസ്സായി എന്നൊക്കെ പറയല്ലോ, 10 A+ എന്നൊക്കെ C+ അങ്ങനെയൊക്കെ പറയുന്ന ഐഫോണിലും ഉണ്ട് ഗ്രേഡൊക്കെ. ആ ഗ്രേഡാണ്. ഓക്കെ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A++ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തുടച്ച് കാണിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള പൗച്ച് ഇട്ടിട്ട് വരുന്ന സ്ക്രാച്ചുകളൊന്നല്ലാതെ ഓവറായിട്ട് സ്ക്രാച്ച് ഉണ്ടാവില്ല. അങ്ങനത്തെ പീസുകളാണ് ഈ A++ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. നിങ്ങളടുത്ത് 11 Pro ആണുള്ളത്, നിങ്ങൾക്ക് 12 Pro ആണെങ്കിൽ അത് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. ജസ്റ്റ് വന്നിട്ട് നമ്മൾ കണ്ടീഷൻ നോക്കി പ്രൈസ് വന്നിട്ട് എക്സ്ചേഞ്ച് വില ഉണ്ടാവും. ഓക്കെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി 1049. 1049. നമുക്ക് 128 GB ഫുൾ കിറ്റ്. ഓക്കെ. ഇതും ബെസ്റ്റ് പ്രൈസ് ആണ്. ബാറ്ററി ഹെൽത്ത് എങ്ങനെയായാലും 80-85 അബവ് അതിൻ്റെ ഔട്ടിൽ വരുന്നുള്ളൂ. ഒരു പീസ്
ഒറ്റ പീസാണ് 2 സിം ഉള്ളത് അവൈലബിൾ ആണ്. ഫസ്റ്റ് വരുന്നവർക്ക് സെയിം പ്രൈസ് തന്നെ, സെയിം പ്രൈസ്. HK വേരിയന്റ് അല്ലേ? HK വരാനുണ്ട്. ഓക്കെ, ഡബിൾ ഫിസിക്കൽ സിം ഇടാൻ പറ്റും. ഒറ്റ പീസാണ്. ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആണ്. ട്രാവലിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ പണിക്കുന്ന ടീം ഇപ്പോൾ നാട്ടിലെ സിം യൂസ് ചെയ്യാം, ഇവിടുത്തെ സിം യൂസ് ചെയ്യാം. ഈ സിം ആക്കേണ്ട ഓപ്ഷൻ ഇല്ല. ഓക്കെ, 11 ബാറ്ററി ചേഞ്ച് ആണോ എങ്ങനെ വരുന്നത്? 11 അതിൽ ബാറ്ററി ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ ആപ്പിൾ ബാറ്ററി തന്നെയാണ്. സംടൈംസ് ഇപ്പോൾ പുറത്തുനിന്ന് മാറ്റാൻ ഇതിൽ മെസ്സേജ് ഉണ്ടാവും. ഇത് സെയിം ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറ്റിയ ബാറ്ററിയാണ്. ഓക്കെ, അതായത് നമുക്ക് ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ബാറ്ററി ചേഞ്ച് ആവും. അതേപോലെ തന്നെ സർവീസ് സർവീസ് ഉള്ളതുണ്ട് അതിൽ. ആ സർവീസ് ഉള്ളതുണ്ട്. പുറത്തുനിന്ന് മാറ്റിയാൽ ഇതിൽ മെസ്സേജ് വരും. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് മാറ്റിയതാണെങ്കിൽ ഡയറക്റ്റ് ആപ്പിളിന്റെ സെയിം ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 11 സീരീസ് ഒക്കെ എടുക്കേണ്ടവർക്ക് എടുക്കാം, നല്ല ഓപ്ഷനാണ്. നോക്കിക്കളി, 128 GB ആയിരിക്കും. ഇതിന്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ ഓൺലി 899. ഓക്കെ, കണ്ടില്ലേ? iPhone 11 ക്യാമറ നോക്കുമ്പോൾ 11 അടിപൊളി ക്യാമറയാണ്. ഓക്കെ, ഇതൊക്കെ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ, പഴയ മോഡലായതുകൊണ്ടാണ്. ഡിസ്പ്ലേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ഉണ്ട്, പിന്നെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രാച്ച് അധികം ഇല്ലാത്ത ഭാഗം വരുന്ന ഈ ബാക്ക് സൈഡ് മാത്രമേ ഉള്ളൂ, ബാക്ക് ബോഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നോക്കി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ, നമ്മൾ സ്ക്രാച്ച് കാണിച്ചു കൊടുക്കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നുള്ളൂ? പറഞ്ഞ പോലെ 899 അടിയിൽ. ഓക്കെ, 128 GB പ്രൈസ് ആണ് ഫുൾ കിറ്റ്. അതേപോലെ തന്നെ അടുത്ത നമുക്ക് 11 Pro എടുക്കാം, ഒറ്റ പീസ് ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ 999. യെസ്, വെറും 999 ഉണ്ടെങ്കിൽ 11 Pro 256 GB. നമ്മൾ ഇതിന്റെ പ്രൈസ് എത്ര പറഞ്ഞ? അപ്പോൾ 899 ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ? 100 ദിവസം. പക്ഷേ ഇത് 256 GB ആണ്, പ്രോ സീരീസ് ആണ്. ഓ, അപ്പോൾ ഇതെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒറ്റ പീസാണ് ഇവരോട് ഫസ്റ്റ് വരുന്നവർക്ക് കിട്ടും. ഒറ്റ പീസ് 11 നമുക്ക് വരുന്നത് 999. ഇത് മാത്രമല്ല 11 Pro ഉണ്ടോ? ഇതിൽ ബാറ്ററി ഹെൽത്ത് വരുന്നത് വെച്ചാൽ ബാറ്ററി ചേഞ്ച് ആണ്, അതും ആപ്പിൾ സ്റ്റോറിന്ന് നമ്മളെന്ന് ചേഞ്ച് ചെയ്തതാണ്. 92 ബാറ്ററി ഹെൽത്ത് ഉണ്ട്. 92. ഓക്കെ, അപ്പോൾ ഒറ്റ പീസ് വരുന്നുള്ളൂ. അപ്പോൾ ബാറ്ററി ഹെൽത്ത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ സീരീസ് ഒക്കെ എങ്ങനെ വന്നാലും ബാറ്ററി ഒന്നെങ്കിൽ സർവീസ് ഉണ്ടോ അല്ലെങ്കിൽ ചേഞ്ച് ആവും. അത് നിങ്ങളിപ്പോൾ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ പുറത്തുനിന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ തിരിയും. നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ ഡയറക്റ്റ് അതാണ് നമ്മളിപ്പോൾ കസ്റ്റമറിന് പിന്നെ ഒരു വിശ്വാസത്തിന് ഇത് വരുന്ന വെച്ചാൽ 6 month വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ നമുക്ക് എത്ര ഇതിൻ്റെ പെർസെൻറ്റേജ് എത്ര വരുന്നുണ്ടോ? 92%. ഓക്കെ, അടുത്ത് നമുക്ക് പിന്നെ നമ്മൾ ഇതിൽ പറയാൻ വിട്ട ഒരു സാധനമുണ്ട്. ഇപ്പോൾ ലേഡീസ് ടച്ചും എന്ത് ടച്ചാണെങ്കിലും iPhone 13. യെസ്, 2 പീസുള്ളൂ. iPhone 13 യെസ്, 2 പീസാണ് അവൈലബിൾ ഉള്ളത്. മിനി സീരീസ് ഒന്നുമില്ല? ഇനിയില്ല. ഓക്കെ, ഇത് ലേഡീസിനൊക്കെ പറ്റിയ കളറാണ് കേട്ടോ. ഇത് അതേപോലെ തന്നെ നീറ്റാണ്. ഇതിന് ഇവിടെ സൈഡ് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ താഴത്തും. ഓക്കെ, ഇതൊക്കെ പൗച്ചിട്ടിട്ട് വരുന്ന സ്ക്രാച്ചാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് പറഞ്ഞോ ബ്രോ? ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ വരുന്നത് ഓൺലി 1350. യെസ്. ഓക്കെ, ഇതിൻ്റെ പുതിയത് വേണ്ടവർക്ക് പുതിയത് അവൈലബിൾ ആണ്. ഇത് ബാറ്ററി എങ്ങനെ 80 ആണോ 80 അബോ ആണോ? ഇത് 80 അബോ. ഓക്കെ, 13 ഓൾമോസ്റ്റ് പുതിയത് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് 85 അബോ വരുന്ന ബാറ്ററി. അടുത്ത് നമുക്ക് നേരെ പോവാ ബേസ് മോഡൽ ഐഫോൺ സ്റ്റാർട്ടിങ് ഇപ്പോഴും അപ്ഡേഷൻ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് എക്സസ് ഇതൊക്കെ പറയാം. ഇപ്പോൾ അപ്ഡേഷൻ ഉള്ളത് സ്റ്റാർട്ടിങ് ഉള്ളത് എക്സ് ഉണ്ട്, XS ഉണ്ട്, XS Max ഉണ്ട്. ഇതൊക്കെ അപ്പം തന്നെ പറയാണ്, ബാറ്ററി ചേഞ്ച് ആവും, സർവീസ് ആവും, ബാറ്ററി. പിന്നെ അതേപോലെ തന്നെ ഈ 2 പറഞ്ഞാൽ അപ്പം ഇതൊക്കെ തന്നെ ആവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒന്ന് ബാറ്ററി എടുത്ത് ചോദിക്കണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയാലും തീരുമാനമായിട്ടുണ്ടാവും. 256 GB ആണ്. ഐഫോൺ XS നോക്കുന്നവർക്ക് പ്രൈസ് വരുന്നത് വെച്ചാൽ 699 ഐഫോൺ XS. പിന്നെ XS Max വേണ്ടവർക്ക് വരുന്നത് വെച്ചാൽ 899 XS Max 286. 256 GB. നോക്കിക്കോളി, കണ്ടോ? ഇതൊക്കെ കുഴപ്പമില്ലാത്ത പീസ് തന്നെയാണ്. ഇവിടെ മാത്രമേ നമുക്ക് പൗച്ചിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. ചെറിയ അത്രയും സ്ക്രാച്ച് ഇല്ലാത്ത എടുക്കുമ്പോൾ ജസ്റ്റ് ചിന്തിക്കാറുണ്ട്. പിന്നെ OnePlus ഉണ്ട്, ഓൾമോസ്റ്റ് 350, 450, 600 ബഡ്ജറ്റിൽ ഐഫോൺ ഉണ്ട്. ഇത് എത്ര വരുന്നോ? ഇത് 8+ 256 GB നോക്കുന്നവർക്ക് വരുന്നതാണ് 550 dirhams വരും. 550 dirhamsന്. ഓക്കെ, 8+ ആണോ? 256 GB ആണ്. 256. പിന്നെ XR വേണ്ടവർക്ക് വരുന്നത് 799, സെയിം പ്രൈസ്. 799. XR എന്നോട് ചോദിച്ചിരുന്നൊരു ബ്രോ, ഗെയിമിംഗ് ഫോൺ. ഇത് ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണ്, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാവും. 128 GB ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളി. പിന്നെ അതേപോലെ തന്നെ 128 GB 7 ആണ് നോക്കുന്നവർക്ക് വരുന്നത് വെച്ചാൽ 375 dirhams വരും. 375
പിന്നെ ഈ വേരിയേഷനൊക്കെ ഉണ്ടല്ലോ നമ്മൾ നാട്ടിലത്തെ പ്രൈസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതലാവാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുക. പക്ഷേ ഇതൊക്കെ നമുക്ക് 7 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ടോ? 6 month വാറണ്ടി. സോറി 7 അല്ല 6 മന്ത്. 6 month വാറണ്ടി. ഈ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ പോലും 6 മാസമാണ് നിങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നത്. ആലോചിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഐഫോണിന്റെ ഏറ്റവും ലോ എൻഡ് മോഡലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇറങ്ങിയിട്ട് ഒരുപാട് കൊല്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ 10 വർഷമായി. അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് 6 മാസം വാറണ്ടിയിൽ തരുന്നത്. ധൈര്യത്തിൽ എടുക്കാം. ഇതാണെങ്കിൽ 799. 699. ഇത് XR അല്ലേ? XR. ഓക്കെ. അപ്പോൾ നല്ല നേരത്തെ പറഞ്ഞ തന്നെ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫോണാണ്. അതുപോലെ നോക്കുന്ന ഇറക്കി ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ അധികം കസ്റ്റമറും ചോദിക്കുന്ന ഒരു മോഡലാണ് ഇത് 5G. ഇതെന്താ ബർമുഡ? ബർമുഡയല്ല, ബൽമുഡ. അതേപോലെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു മോഡലാണ് ബൽമുഡ. എന്തല്ലേ എന്തൊക്കെ പേരില്ലേ. ഇത് ആരാണ് ഈ പേരൊക്കെ ഇടുന്നത്? ഇതല്ല ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കാം നമ്മളെ വീഡിയോയില്. ഇവിടെ നോക്കുമ്പോൾ നല്ല നൈസാണ് സാധനമാണ് ഇത്. കസ്റ്റമർ എനിക്കുള്ള മോഡലാണ് ബൽമുഡ. ഇത് ജസ്റ്റ് ഒന്ന് ഓണൊക്കെ ഉണ്ടോ? ചാർജ് ഉണ്ട്. ഓക്കെ. ഇതിന് നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഓൺലി 375 dirhams. സെയിം 6 month വാറണ്ടി ഫുൾ കിറ്റ്. 375 നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി 400 dirhamsന്റെ അടിയിൽ നോക്കുന്നവർക്ക് 5G മൊബൈൽ കൊണ്ടുവന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ബൽമുഡ. അതേപോലെ തന്നെ 5G ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ 6 മാസം വാറണ്ടിയാണ് ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ദുബായിൽ ഇത് 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടട്ടോ, കണക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സ്ക്രീനൊക്കെ നല്ല നൈസാണ് കേട്ടോ. ക്യാമറ ഇതിൻ്റെ പുറം കാണുമ്പോൾ 5 കായ്ക്കില്ലടാ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല നീറ്റില്ലേ. നോക്കി സ്ക്രീന് കാര്യങ്ങൾ. അവിടെ ഫ്രഷിംഗ് റേറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല സ്മൂത്ത് ആണല്ലോ. മൊബൈലായിട്ട് കസ്റ്റമർ അത്ര റിവ്യൂസ് ഉള്ളതുകൊണ്ടാണ്. നോക്കിക്കോ, ക്യാമറ ക്ലാരിറ്റി നോക്കിക്കോ. ഇത്രയും ക്ലാരിറ്റിയാണ് ഐഫോണിനെ വെല്ലുന്നല്ല ചില ആൾ പറയുന്നത്. എന്താണ് അങ്ങനൊന്നുമില്ലടാ. നമ്മൾ ഉള്ളത് പറയുമ്പോൾ പറയണതായിട്ട് പറയണം. അവിടെ ക്യാമറ ജെന്യൂൻ റിവ്യൂ ആണ്. ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഐഫോണായിട്ട് വലിയ ഐഫോണിനെക്കാട്ടും ക്ലിയർ അങ്ങനൊന്നുമില്ല. സംഭവം ക്ലിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്, വെറുതെ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ സ്ക്രീന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ക്രീനാണ്. പിന്നെ ഈ ഒരു പ്രൈസിന് അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G നിങ്ങൾക്ക് 5G ഫോണ് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിലൊക്കെ, നമ്മളെ മാമന്മാരെ മക്കളും അവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളോട് ഫോണൊക്കെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അവന്മാരെ പറ്റിക്കാൻ പറ്റിയ നല്ല ഫോണാണ്, നല്ല ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളി. ബൽമുഡ. ഓക്കെ. അപ്പോൾ ഇനി മക്കളെ, നമ്മുടെ സാംസങ് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കിഡിലനായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ കൊടുത്തുവിടാം. ഓക്കെ, കിഡ്ഡകാരി ഐറ്റംസ് ഉണ്ടോ? ഫോൾഡ് 5 256 GB ട്രിപ്പിൾ+ കണ്ടീഷൻ എന്ന് പറയുവാണെങ്കിൽ. ഓക്കെ. ഇതിന്റെ പ്രൈസ് പറഞ്ഞു 56 GB വരുന്നത് ഓൺലി 2350. ഫോൾഡ് 5 TDR, അതും UAE സ്പെക്ക്. സാംസങ്ങിൽ ഇപ്പോൾ അധിക കസ്റ്റമർ UAE നോക്കുക, കറക്റ്റ് UAE സ്പെക്ക് തരും. ഓക്കെ. അൾട്രാ സീരീസ് നോക്കുന്നവർക്ക് S22 Ultra 512 GB ഉണ്ട്, 128 ഉണ്ട്, 256 ഉണ്ട്. ഇത് S22 Ultra അല്ല? S22 Ultra 128 നോക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 1350. അതിന് 256 ആണെങ്കിൽ 1550. അതിന് 512 GB നോക്കുന്നവർക്കാണെങ്കിൽ 1700. ഓക്കെ, അതാണ് നമുക്ക് 512 GB ആണെന്നും കൂടി നമുക്ക് കുറച്ച് കൊടുക്കാം. ഓൺലി 1650 512 GB. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് S22 Ultra വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് സാംസങ്ങിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇപ്പോൾ നോക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 150 dirham, 100 dirham, 200 dirham കസ്റ്റമർക്ക് വേണ്ടി 150 dirhamsന് ഇവിടെ ഫോൺ അവൈലബിൾ ഉണ്ട്. 150 dirhamsന് അവൈലബിൾ ഉണ്ട്. ഓക്കെ, പറഞ്ഞോ. ഇവിടുത്തെ എന്ത് പേരെന്താ? സാംസങ് A7 2016. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഈ പേരെ ശ്രദ്ധിച്ചു. ഇതിൻ്റെ വില എന്ന് വെച്ചാൽ ഓൺലി 175 dirhams. 175 dirhams. പിന്നെ അതുപോലെ S9 ഉണ്ട്. S9 നോക്കുന്നവർക്ക് വരുന്നത് ഓൺലി 499. ഓക്കെ, അടുത്ത പറഞ്ഞോ. S10+ ഉണ്ട്. S10 5G 256 GB നോക്കുന്നവർക്ക് വരുന്നത് ഓൺലി 799. അടുത്ത പോട്ടെ. പിന്നെ S20 FE സാംസങ് തന്നെ വരുന്നത് 750. അത് തന്നെ നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട് നോക്കുന്ന കുറേ ടീം ഉണ്ടാവും. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇതാ Redmi 9. 1, 2,
പറഞ്ഞോ. റെഡ്മി 9 നോക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഓൺലി 250 dirhams ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 250 dirhams യൂസ്ഡ് വേണ്ട 250 dirhamsന് പുതിയത് വേണമെങ്കിൽ പുതിയത് അവൈലബിൾ ആണ്. 250 dirhams മുതൽ അത് വിത്ത് 1 year വാറണ്ടി ഉള്ള TDR ഒഫീഷ്യൽ സ്റ്റോക്ക് നമുക്ക് റെഡ്മിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, റെഡ്മിയൊക്കെ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതാണ് നല്ല ഫ്രഷ് എടുക്കുന്നത്. സെക്കൻഡ്സ് ഓൾമോസ്റ്റ് 200-300 നിങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ പുതിയ എടുക്കുന്നതായിരുന്നു. 1 year വാറണ്ടി ഉണ്ട്, അതിൽ ഇൻക്ലൂഡ് അഡാപ്റ്റർ വരും, ചാർജർ എല്ലാം വരും. ഓക്കെ, അപ്പോൾ ആരായാലും റെഡ്മിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് സീരീസ് ചെറിയ ബഡ്ജറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ റെഡ്മി ഒന്നും ആരും നല്ല ഇപ്പോൾ റിയൽമി ആണ്, റിയൽമി അവൈലബിൾ ആണ്, മോട്ടോറോള അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മളിത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കാണിച്ചിട്ട് പറഞ്ഞില്ല എന്നുള്ള പരാതി പറയരുത്. കസ്റ്റമർ അതാണ് ഈ ചെറിയ മോഡൽസ്. ഇതിപ്പോ പുതിയത് വരുന്നില്ല, അതാണ് ഇപ്പൊ യൂസ്ഡ് ഈ റേറ്റിന് കൊടുക്കുന്നത്. പിന്നെ പുതിയ ലേറ്റസ്റ്റ് മോഡലുകൾക്ക് അത് അവൈലബിൾ ആണ്. ഈ ചെറിയ മോഡലൊക്കെ നമ്മൾ മെയിനായിട്ട് കാണിക്കാത്ത ഇതുകൊണ്ടാണ്. അതായത് നമുക്ക് എന്താ പറയുക, പ്രൈസ് ഒന്നാമത് ചെറിയ റേറ്റ് ഉള്ളൂ. പിന്നെ ആ ചെറിയ റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ അതായത് ഡിഫറൻസ് മറ്റുള്ള ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നില്ല. ഓൺലൈനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ കാണിക്കാതിരിക്കുക. റെഡ്മി നോട്ട് 10 ഉണ്ട്, യൂസ്ഡ് പോക്കോ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. വേണ്ടുന്നവർ കോൺടാക്ട് ചെയ്യുക, ബന്ധപ്പെടുക. ഇതിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും എടുത്ത് പറയാനുള്ള മോഡലുണ്ടോ? സാംസങ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞതാണ്. പിന്നെ പോക്കോ എന്താ റേറ്റ് വരുന്നത്? പോക്കോ ഓൺലി 275 dirhams. 275. അതേപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഹുവാവി നോക്കുന്നവർക്ക് ഓൺലി 250 dirhams. ഹുവാവി. ഓക്കെ, നോട്ട് 10 വേണ്ടുന്നവർക്ക് 300 dirhams. നോട്ട് 10 കേട്ടോ റെഡ്മിൻ്റെ. പിന്നെ മാക്ബുക്ക് യൂസ്ഡ് വേണ്ടവർക്ക് മാക്ബുക്ക് അവൈലബിൾ ആണ്, യൂസ്ഡ് എല്ലാം. 1 year വാറണ്ടി, സെയിം പുതിയ എടുക്കുന്ന സെയിം വാറണ്ടിയാണ്, 1 year വാറണ്ടിയാണ് കൊടുക്കുന്നത്. 1 year ഒരു പുതിയ മാക്ബുക്ക് എടുക്കുന്ന സെയിം വാറണ്ടിയിൽ നിങ്ങൾക്ക് യൂസർ എടുക്കല്ല. ഇത് പ്രൈസ് പറഞ്ഞോ? മാക്ബുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ 799 dirhams മുതൽ സ്റ്റാർട്ടിംഗ്. ആ റേറ്റ് മുതൽ മാക്ബുക്ക് സ്റ്റാർട്ടിങ്ങും. അതേപോലെ തന്നെ ടാബ് കാണുന്നുണ്ടെങ്കിൽ യൂസർ ടാബ് ഉണ്ടെന്നവർക്ക് യൂസർ ടാബ് അവൈലബിൾ ആണ്, അതും 6 month വാറണ്ടി വരുന്നത്. ഇപ്പോൾ സാംസങ് ഗാലക്സിയിൽ ഇത് നോക്കുന്നവർക്കാണ് ഫുൾ നീറ്റ്, ജസ്റ്റ് മൈന്യൂട്ട് സ്ക്രാച്ചും കൂടി ഇല്ലാത്ത ഐറ്റംസ് ആണ്. ഇതൊക്കെ പ്രൈസ് ആണ്? ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് 275 dirhams ആണ്. 275 dirhamsന് 32 GB. ഇത് റാമാണോ? സ്റ്റോറേജ് 32 GB സ്റ്റോറേജ് വരുന്ന ടൈപ്പ് കേട്ടോ. ഗാലക്സി ടാബ് അല്ലേ മോഡൽ. പിന്നെ 200ന്റെ അടിയിൽ നോക്കുന്നവർക്കാണെങ്കിൽ സാംസങ് വെറിസോൺ ഇതുണ്ട് ടാബ്. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അല്ലേ? അടിപൊളി സാധനം, അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെറിയ മക്കൾക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഇതിനൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇപ്പോൾ ഒരു പേർക്ക് ഇപ്പം അങ്ങനെ ആയിരിക്കില്ലല്ലോ, 2026 2 മാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, സ്റ്റോക്ക് കുറവാണ്. ഇതെങ്ങനെ പ്രൈസ് തന്നെ? ഇതിന്റെ ആണെങ്കിൽ 199. സ്റ്റാർട്ടിങ് പറഞ്ഞു പറഞ്ഞാൽ 1 year വാറണ്ടിയിലാണ് നിങ്ങൾക്ക് ഇത്രയും സാധനം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ഉണ്ട്. അത് ബോക്സ് പീസ് ഫ്രഷ് ആണോ യൂസ്ഡ് ആണോ? ഇത് ഫ്രഷ് ആണ്, ബോക്സ് ഫ്രഷ് ആണ്. അത് 1 year വാറണ്ടി, ഇത് എടുക്കുന്നതാണെങ്കിൽ 1 year വാറണ്ടി. ഇപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇപ്പോൾ ഏറ്റവും ബെറ്റർ ഈ ഓപ്ഷൻ ആണ്. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ഏത് മുതൽ തുടങ്ങുന്നത്? സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നമുക്ക് ഡെല്ലിയിൽ 7390 കൊടുക്കാം. ഇതല്ല, ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര പ്രൈസ് ആണ്? ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി 799 dirhams മാത്രം. ആ റേറ്റിന് 749 കൊടുക്കാം. 749. ഇതിന്റെ കൂടെ നമുക്ക് അതിന്റെ ബാഗ് ഉണ്ടാവും, ഒറിജിനൽ ബാഗ് ഉണ്ടാവും, വയർലെസ് മൗസ് ഉണ്ടാവും, 1 year വാറണ്ടി ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടിയ മോഡൽ ഇപ്പോൾ ഇവിടെ ഏതല്ലേ? കൂടിയ മോഡൽ എന്ന് വെച്ചാൽ ഡെൽ പ്രസിഷൻ. അതെവിടെയുള്ള ഇതല്ലേ? ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് ആണ്? i7 11th generation 32 GB 512 GB സ്റ്റോറേജ് 15 inch വിത്ത് 4 GB ഗ്രാഫിക്സ് കാർഡ്. 4 GB ഗ്രാഫിക്സ് കാർഡ് വരുന്ന മോഡൽ. എഡിറ്റിംഗ് സംബന്ധമായ ആൾക്കാർ നോക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആണ്. ഡിസ്പ്ലേ ഇത് നോക്കിയാൽ മതി, ഫുൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ്ഡ് അല്ല കേട്ടോ. നിങ്ങൾ അതിൻ്റെ ആ ഒരു നീറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ 1 year വാറണ്ടി, അതുകൊണ്ട് തന്നെ കോർ i7 ആണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പറ്റും. സ്പെസിഫിക്കേഷൻ ഇതാ, സ്പെസിഫിക്കേഷൻ നോക്കുന്നവർക്ക് ഇതാ ഡെൽ പ്രസിഷൻ 5560 i7 11th generation ആണ്, 32 GB RAM ആണ്, 512 GB സ്റ്റോറേജ്, 15 inch 4 GB ഗ്രാഫിക്സ് കാർഡ്. ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഓൺലി 2499. 2499 നല്ല അടിപൊളി സ്പെക്കിനാണ്. ഇതിന്റെ പ്രൈസ് നോക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 10,000 എബോണ്ട് ഓൺലൈൻ പ്രൈസ് എന്ന് വരുന്നത്. നമ്മൾ ഈ ഇതും 1 year വാറന്റിയോട് കൊടുക്കുന്നത് 2499. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ലാപ്ടോപ്പിന്റെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഓരോന്ന് പ്രൈസ് മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക, അല്ലാതെ ഇവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ നമ്മൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.